സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ LDF യോഗത്തിൽ തീരുമാനം. ഈ മാസം 25 മുതൽ മെയ് 20 വരെയാണ് പരിപാടികൾ. സമാപന പരിപാടി മെയ് 20-ന് തിരുവനന്തപുരത്ത് നടത്തും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് LDFിലെ മറ്റ് തീരുമാനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടതുമുന്നണി തുടക്കം കുറിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കി മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. 140 മണ്ഡലങ്ങളിലും ബഹുജന റാലി നടത്തും. മണ്ഡലം കമ്മിറ്റികളാകും റാലി സംഘടിപ്പിക്കുക. ഓരോ പരിപാടിയിലും ചുരുങ്ങിയത് 5000 പേരെ പങ്കെടുപ്പിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ഈ മാസം 25 മുതൽ മെയ് 20 വരെയാണ് പരിപാടികൾ. സമാപനം തിരുവനന്തപുരത്ത് മെയ് 20. സർക്കാർ രണ്ടാം വാർഷിക ദിനമായ മെയ് 20-ന് തിരുവനന്തപുരത്ത് സമാപനം നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഒരുക്കങ്ങൾക്കായി 10-ാം തീയതി മുതൽ LDFിന്റെ ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റികൾ ചേരാനും മുന്നണി യോഗം തീരുമാനിച്ചു. ഈ മറ്റു കാര്യങ്ങളിൽ LDFിന് എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനമുണ്ടായോ? പ്രത്യേകിച്ചും KSRTC പോലുള്ള വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം വിഷയങ്ങളിൽ കാര്യമായ ചർച്ച നടന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് പ്രധാന അജണ്ടയും ഇന്ന് യോഗം ചേർന്നതും ഈ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ്. അതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഈ രണ്ടാം വാർഷികാഘോഷം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ, ഒരു പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാക്കി മാറ്റാനാണ് മുന്നണി യോഗം തീരുമാനിച്ചത്. മറ്റ് കാര്യമായ ചർച്ചകൾ മുന്നണി യോഗത്തിൽ നടന്നതായി വിവരമില്ല. ശരി, VV അരുണാണ് LDF യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.